Welcome to Sunday Special Baking Class. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള കേക്കിന്റെ ഫില്ലിംഗ്, അതായത് ചോക്ലേറ്റ് പേസ്ട്രി ക്രീം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് പേസ്ട്രി ക്രീം ഉണ്ടാക്കണം. വായു വെച്ചാൽ അലുത്തു പോകും ഈ സംഭവം. നമ്മൾ ഈ ക്രീം ആണെങ്കിൽ നമുക്ക് ഇനി വിപ്പ് ക്രീം വെച്ച് അകം ചെയ്യേണ്ട ആവശ്യമില്ല. പുറം നിങ്ങൾ കവർ ചെയ്താലും കുഴപ്പമില്ല. ഇത് വെച്ച് നമുക്ക് പുറം കവർ ചെയ്യാൻ സാധിക്കും. എന്നാലും അകത്ത് നല്ല ടേസ്റ്റോട് കൂടിയ ഫില്ലിംഗ് ആണ് പേസ്ട്രി ക്രീം അഥവാ ചോക്ലേറ്റ് പേസ്ട്രി ക്രീം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ഹാഫ് കപ്പ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒഴിക്കുക. അപ്പം ഈ ക്രീം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ പുടയെന്ന് ഇവൻ ചൂടായിക്കോട്ടെ. ഇപ്പോൾ ഈ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ, ഇപ്പോൾ ഒരു എഗ്ഗ് യോക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളയില്ല, യോക്ക് മാത്രമാണ് കേട്ടോ, മഞ്ഞ മാത്രമാണ്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഷുഗർ. സോ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ടേബിൾ സ്പൂൺ അല്ലായിരുന്നു കേട്ടോ, ഷുഗർ ടീസ്പൂൺ ആയിരുന്നു കേട്ടോ. ഞാനത് ജസ്റ്റ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാറിപ്പോയാണ് കേട്ടോ. അപ്പം 1 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് ഒഴിക്കുക. ഇനി ഇവൻ ചെറുതായിട്ട് ഈ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിത് ചെറുതായിട്ട് നന്നായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പേസ്ട്രി ക്രീം ഉണ്ടാക്കുമ്പോൾ ഞാൻ നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാനില പേസ്ട്രി ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണാം കേട്ടോ. നമ്മുടെ വീഡിയോയിൽ തന്നെ ഉണ്ടത്. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ എടുത്ത് നമ്മുടെ ക്രീമിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് വീണ്ടും തിളയ്ക്കാൻ ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ എഗ്ഗ് യോക്കിനെ ഇപ്പം ചെറുതായി ചൂടായ ക്രീം ഉപയോഗിച്ച് നമ്മൾ ആ എഗ്ഗ് യോക്ക് ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേര് ടെമ്പറിംഗ് എന്നാണ് കേട്ടോ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ക്രീം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം നല്ലോണം ബോയിലായി കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് യോക്കും കോൺഫ്ലവറും അതുപോലെ ഷുഗറും ഇട്ട മിക്സർ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ അന്നേരം തന്നെ കട്ടയായിപ്പോൾ ഓംപ്ലേറ്റ് പോലെ ആയിപ്പോൾ. ഓംപ്ലേറ്റ് എന്ന് പറയാറുണ്ട്, ഓംപ്ലേറ്റ് പോലെ ആയിപ്പോൾ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ചെറിയ ചൂട് നമ്മുടെ ഈ എഗ്ഗ് യോക്ക് മിക്സറിനുണ്ട്. സോ നമ്മൾ ഇനി ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ ക്രീം നല്ലോണം ബോയിലായി കഴിഞ്ഞ് ഒഴിക്കുമ്പോഴത്തേനും ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് നമുക്ക് കട്ട പിടിക്കത്തില്ല. അതാണ് അതിൻ്റെ വലിയൊരു ടെക്നിക്ക് കേട്ടോ. അപ്പോൾ പേസ്ട്രി ക്രീം ഉണ്ടാക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏത് കേക്കിന്, അതായത് ചോക്ലേറ്റ് കേക്കിനോ വാനില കേക്കിനോ അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണം പറഞ്ഞ് എനി കൈൻഡ് ഓഫ് കേക്കിന്, നമുക്ക് ഫ്രൂട്ട് കേക്ക്, എക്സാമ്പിൾ ഫ്രൂട്ട് കേക്കിനാണെങ്കിലും നമുക്കിത് 50-50 ഉപയോഗിച്ച്, അതായത് 50% വിപ്പിംഗ് ക്രീമും 50% ഈ ക്രീമുകൾ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നല്ല കസ്റ്റഡി ആൻഡ് ചോക്ലേറ്റി ഫ്ലേവറുള്ള പേസ്ട്രി ക്രീം നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മളിത് ബോയിലായി, ഈ ബോയിലായിട്ട് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൊത്തം ഇങ്ങനെ പോന്നോട്ടെ. നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് പാത്രം നമ്മുടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇവൻ കുക്കാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് ഇളക്കണം. ഞാൻ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് ഞാൻ ഇളക്കുന്നത് കണ്ടോ. ഒരു ഷൈനിങ് പോലെ വന്നു. ഇപ്പോൾ ഒരു ഷൈനിങ് പാകത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഇപ്പോൾ നമ്മുടെ പേസ്ട്രി ക്രീമിൻ്റെ ബേസ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആഡ് ചെയ്യുക. അപ്പം 1/4 കപ്പാണ് കേട്ടോ ചോക്ലേറ്റ്. അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ 1 ടേബിൾ സ്പൂൺ ആണ്. അപ്പം അതുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ആ ചോക്ലേറ്റ് നമ്മുടെ ആ പേസ്ട്രി ക്രീമിൻ്റെ ചൂട് കൊണ്ട് നന്നായിട്ട് മെൽറ്റായി പോയിക്കോളും.
കണ്ടോ അവർ കാണുമ്പോൾ തന്നെ അറിയാതെ കണ്ടോ എന്നാ സെറ്റപ്പായിട്ടാണ് അതിൻ്റെ ആ ഒരു ഇതേ നല്ല ഷൈനിങ് ആയി. ഇത് കണ്ടോ നമ്മുടെ പേസ്ട്രി ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം കേട്ടോ. ഹായ്, മാറിയിരിക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചോക്ലേറ്റ് പേസ്ട്രി ക്രീം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേസ്ട്രി ക്രീമും ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ തന്നെ പേസ്ട്രി ക്രീമിൻ്റെ വീഡിയോ ഉണ്ടെന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് കേക്കുകൾ അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഫില്ലിങ് നിങ്ങൾ അകത്ത് കൊടുക്കുകയാണെങ്കിൽ ഒടുക്കത്ത ടേസ്റ്റ് ആയിരിക്കും. വായി വച്ച് കഴിഞ്ഞാൽ അലുത്ത് പോകും. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ പാലറ്റ് നൈഫ് ഉപയോഗിച്ച് വെച്ച് നമുക്ക് കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്യാം. കേക്കിനകത്തും പുറത്തും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഫില്ലിംഗ് ആണ് നമ്മുടെ ചോക്ലേറ്റ് പേസ്ട്രി ക്രീം കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇത് ഏകദേശം ഒരു എക്സ്പയറി ഡേറ്റ്, അതായത് എത്ര ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഒരു 72 hours നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സുഖമായിട്ട് ഉപയോഗിക്കാം. കാരണം ഒരുപാട് 3 ദിവസത്തേക്കുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് വെള്ളം റിലീസ് ചെയ്യും. ഇപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫ്ലോർ ഇട്ടിരിക്കുന്നതുകൊണ്ട് കോൺഫ്ലോർ പ്രോപ്പറായിട്ട് കുക്കായില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ 2ാമത്തെ ദിവസം തൊട്ട് അതിൻ്റെ അകത്ത് വെള്ളം റിലീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. വെള്ളം റിലീസ് ചെയ്യാതെ ഇങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് കുക്ക് ചെയ്യണം. ആ ഷൈനിങ് വരുന്ന ടൈമാണ് കുക്കിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഞാൻ കണ്ടില്ലേ ആ സമയത്ത് ഫാസ്റ്റായിട്ട് ഇളക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതങ്ങോട്ട് മുഴുവൻ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അന്നേരത്തെ ആ സമയത്ത് ഞാൻ വർത്താനം നിർത്തിയിട്ട് പെട്ടെന്ന് ഇളക്കിയത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ ഫില്ലിങ് ഇനി മുതൽ നമ്മൾ എന്താ പറയുക ഗണാഷ് ഇനി പകരം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തകർക്കും നമ്മൾ. അപ്പോൾ എന്നാണെങ്കിലും താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ദ ബേക്ക് ഷോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.